നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തായ്ലാൻഡത്തെ വിശേഷം എന്താ കഴിയാത്തതെന്ന്. തായ്ലാൻഡത്തെ വിശേഷം അങ്ങനെയൊന്നും കഴിയില്ല. ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് കണ്ടൻസ് ഉണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് സ്ലോ ആയത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. സോ നമ്മൾ ഇന്നൊരു സ്ട്രീറ്റ് വാക്കാണ് ചെയ്യാൻ പോകുന്നത്. രാത്രി കോറൽ ഐലൻഡും പിന്നെ നമ്മുടെ ബുദ്ധ ടെമ്പിളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ ഒരു സ്ട്രീറ്റ് വാക്കിന് വേണ്ടി രാത്രി ഒരു 8 മണിയായപ്പം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നൈറ്റ് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഒരു 10-12 മണിക്കാണ്. ഇവിടുത്തെ പോലെ എല്ലാവരും കിടന്നുറങ്ങുന്ന ടൈമൊന്നുമല്ല തായ്ലാൻഡിലെ ആ ഒരു ടൈം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 8 മണിക്ക് വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രീറ്റ് കണ്ടുകൊണ്ട് നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. എല്ലാം നമുക്ക് ഫുട്പാത്ത് ആണെങ്കിലും കാറിന് പോകാൻ വേറെ വഴി, നമുക്ക് നടക്കാൻ വേറെ വഴി. ഇവിടെ എല്ലാവരും കൂടെ റോഡിൽ നടക്കുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയാറുണ്ട് ശരിക്കും. പക്ഷെ അവിടെ നമുക്ക് നടക്കുമ്പോൾ നമ്മളൊരു 3-4 കിലോമീറ്റർ കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. ദുബായിലൊക്കെ നടക്കുന്ന പോലെ തന്നെയാണ്. ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് നൈസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ്സാണ് തായ്ലാൻഡിൽ മിക്കതും. സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ വെറൈറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ അവിടെ ഇങ്ങനെ പൊരിച്ചിട്ടും കരിച്ചിട്ടും സോസെല്ലാം ഡിപ്പ് ചെയ്തിട്ടും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ തോന്നില്ല. ബിക്കോസ് ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം അങ്ങനെ ചാടിക്കയറി ട്രൈ ചെയ്യാൻ അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പം എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നതൊക്കെ ഞാൻ കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്ട്രീറ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തായ്ലാൻഡിൽ പോയാൽ ഒരു മസാജ് എടുക്കണം, അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു മസാജ് സെൻറ്റർ വേറെ എവിടെയും കിട്ടില്ല. എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ടൈം ഷെഡ്യൂൾ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒന്നും ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി നടന്നുകൊണ്ട് പോകുമ്പോൾ വിചാരിച്ചായിരുന്നു നമുക്ക് കയറിയാലോ എന്ന്. പക്ഷേ നമ്മളെ കൂടെയുള്ള അച്ഛനും അമ്മയും എല്ലാം റൂമിൽ റെസ്റ്റ് ചെയ്യായിരുന്നു. സോ അവർക്കും കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പോകാണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു മസാജ് ചെയ്തേനെ. നെക്സ്റ്റ് ടൈം തായ്ലാൻഡിൽ പോകുമ്പോൾ എന്തായാലും ഞാനൊരു മസാജ് ചെയ്യും. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അഫോർഡബിൾ ഷോപ്പിംഗ് ആണ് ഈ 7-Eleven എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പാണ്. ജസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. എല്ലാം അഫോർഡബിളും വെറൈറ്റിയിലാണ് നമുക്ക് ഐറ്റംസ് എല്ലാം കിട്ടുന്നത്. പിന്നെ എല്ലാം കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഈവൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വരെ അവർ കുക്ക് ചെയ്തിട്ട് ബോക്സിലാക്കിയിട്ട് അണ്ടർ 50 തായ് ബാത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് നാട്ടിലത്തെ 100 രൂപ 120 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ ബാക്കി ന്യൂഡിൽസോ എന്തൊക്കെ ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ അവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. റെഡി ടു ഈറ്റ് ആണ് ആക്കി വെച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു സംഭവമായിരുന്നു. 116 കൊടുക്കേ വെളുത്തുള്ളി അല്ലടോ, ഇത് ആദ്യം ചെക്ക് ചെയ്ത സാധനം. ഡ്രാഗൺ ഫ്രൂട്ടിലെ കവറിലിട്ടിട്ട് എന്താ അവസ്ഥ? ടേസ്റ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ. വയലിട്ടോ ഇനിയുണ്ട്. മധുര നിനക്കിഷ്ടം? നിങ്ങളിഷ്ടം? ലൈറ്റ് പുളിപ്പോ ലൈറ്റ് മധുരോ? ചെറിയൊരു രസമുള്ള ടേസ്റ്റാ. കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമില്ല. ഒന്നിൻ്റെ വായിട്ടിട്ട് തരാം. നൈസായിട്ടുണ്ട്. അപ്പോൾ പുളി നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അടിച്ചോക്ക്. കുരു തുപ്പണേ. കുരു ഇല്ലേ? കുരു ഇല്ല അമ്മേ. അതവിടെ എടുത്തോളൂ.
ജസ്റ്റ് അടുത്തുള്ള സ്ട്രീറ്റ് മാത്രം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ നടന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ടെർമിനൽ 21 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ താഴെയായിട്ട് എന്തോ ഒരു ചെറിയൊരു ഫ്ലീ മാർക്കറ്റൊക്കെ പോലെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എപ്പോഴും കാറിൽ പാസ് ചെയ്യുമ്പോൾ കാണാറുണ്ടായിരുന്നു. നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ മോളിലൊന്ന് വിസിറ്റ് ചെയ്യണം. പക്ഷേ ഇത്രയും ദൂരം നടക്കൽ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ക്യാബ് എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ ടൈമിങ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും വരാൻ പറ്റാറില്ല. സോ ഇന്ന് നമ്മൾ നടന്നിട്ട് ഇതിൻ്റെ മുന്നിലെത്തിയപ്പോഴത്തേക്ക് എല്ലാവരും ഷോക്കായി. ഇത്രയും ദൂരം നമ്മൾ ഇപ്പോൾ ഈ സെക്കൻഡോടെ നടന്നു എന്നുള്ള ഒരു ഇതായിപ്പോയി. ഇറ്റ് വാസ് റിയലി നൈസ്. നമുക്ക് നടക്കുമ്പോൾ ആ ഒരു എഫേർട്ട് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. ഫ്ലീ മാർക്കറ്റിൽ മെയിൻലി ഫുഡായിട്ടും ഫ്ലീ മാർക്കറ്റ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവിടെ പെർമനൻ്റ് ആയിട്ടുള്ളതാണോ ഈ ഒരു സെറ്റപ്പ് എന്നും അറിയില്ല. അപ്പം ഇതേപോലെ പലതരം വെറൈറ്റീസ് ഓഫ് ഫുഡും നല്ല അടിപൊളി ഡ്രിങ്കും ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയില്ല ഫുഡ് എന്തെങ്കിലും കിട്ടുമോയെന്നോ ഒന്നും അറിയില്ല. നമ്മൾ ഡിന്നറൊക്കെ ഓൾറെഡി കഴിച്ചതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഈ കുറച്ച് കാണുന്ന ഐറ്റംസ് നമ്മൾ 2-3 വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. തായ് ഫുഡ്സ് ലോകത്തിലെല്ലാവരുടെയും ഫേമസ് ആണെങ്കിൽ കൂടി എനിക്ക് തായുടെ ഫുഡിൽ ചേർക്കുന്ന ഓയിസ്റ്റർ സോസും കാര്യങ്ങളും ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നോട്ട് മൈ കൈൻഡ് ഓഫ് എ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഭാവിയിൽ അതിൻ്റെ അഡിക്റ്റ് ആകുമായിരിക്കും, അറിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് എനിക്ക് എല്ലാ ഫുഡും ട്രൈ ചെയ്യാൻ കുറച്ച് പേടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡൗട്ട് അടിച്ചിട്ടാണ് ഈ പ്രോൺസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്രൈഡ് പ്രോൺസ് എന്നാണ് പറയുക. നമ്മൾ KFC ഒക്കെ നാട്ടിലാക്കിയ പോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഡിപ്പും ഉണ്ടായിരുന്നു. സോ അതൊന്ന് വാങ്ങിച്ചിട്ട് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നോക്കുമ്പോൾ നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു ടേസ്റ്റാണ്. അഡീഷണലായിട്ട് അങ്ങനെ ഒരു സോസ് ഒന്നും കയറി വരുന്നുണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് നൈസ്. നല്ല ക്രഞ്ചി ആയിട്ടുണ്ടല്ലേ. ആദ്യമായിട്ട് ഒരു തായ് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് അല്ലാത്ത ഫീല്, അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റ്. അടിപൊളിയാണ്. തായ്ലാൻഡിൽ വരികയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഫ്രൈഡ് പ്രോൺസ് നമ്മൾ എത്തിയ ടൈം ആകുമ്പോഴത്തേക്ക് അവരുടെ ക്ലോസിങ് ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഒരു മൈൻഡും ഇല്ലായിരുന്നു. അല്ലെങ്കിലും നമ്മളെ നാട്ടിലുള്ള പോലത്തെ മൈൻഡാക്കലൊന്നും അവിടെ പോയി കഴിഞ്ഞാലില്ല. എല്ലാവരും എല്ലാവരുടെ കാര്യം നോക്കുക. കടയിലുള്ള ചേച്ചി വരെ നമ്മൾ അടുത്ത് പോയിട്ട് തരുമോയെന്ന് ചോദിച്ചാൽ മാത്രമേ അവർ തരുള്ളൂ. അല്ലാതെ അവർ ഇങ്ങോട്ട് വന്നിട്ട് എടുക്കുമെന്ന് ആരും പറയില്ല. അപ്പോൾ അതാണ് ആ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത. ഇതിപ്പോൾ ഒരു 9:30 or 10 o'clock എന്തോ ആയിട്ടുണ്ടായിരുന്നു. സോ അവരെ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് അവരെല്ലാം എടുത്തെടുത്ത് വെക്കുന്ന തിരക്കായതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് മൈൻഡാക്കുന്നില്ല. ഈ ഫുഡൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള ഒരു തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ വേഗം തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ സ്ട്രീറ്റ് വാക്ക് ഇൻ തായ്ലാൻഡിൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.